വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, LDF സർക്കാർ 2021 മെയ് മാസത്തിൽ അധികാരത്തിലേറി 4 വർഷം തികയുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയാണിത്. നമ്മുടെ സംസ്ഥാനത്ത് ഇതോടെ 7 ജില്ലകളിൽ ഈ പരിപാടി നടക്കുകയാണ്. 6 കഴിഞ്ഞു, 7-ാമത്തേതാണിത്. 2021 അധികാരത്തിൽ വന്ന സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലക്ക് 21 ജനങ്ങൾ LDFന് തുടർഭരണം സമ്മാനിക്കാനുണ്ടായത്. ആ രീതിയിൽ പരിശോധിച്ചാൽ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ 9 വർഷം കഴിഞ്ഞ് 10-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടമാണ്. ഈ 9 വർഷക്കാലം നമ്മുടെ നാടെങ്ങനെയാണ് കടന്നു വന്നത്? നമുക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എത്രത്തോളം കഴിഞ്ഞു? ആ തരത്തിലുള്ള ഒരു പരിശോധന സ്വാഭാവികമായും ജനങ്ങൾ നടത്തേണ്ട ഘട്ടമാണ്. നേരത്തെ ആ ഒരു പരിശോധന നടന്നതാണ്. അത് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം 5 വർഷം പൂർത്തിയാകുമ്പോൾ 2021 തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും തങ്ങളുടെ വിലയിരുത്തലിൻ്റെ ഭാഗമായുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇത്തരം പരിശോധനകളിലേക്ക് കടക്കുമ്പോൾ 2016 കേരളത്തിൻ്റെ സാഹചര്യം നമ്മളെല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും. 9 വർഷമേ ആയിട്ടുള്ളൂ. വലിയ മറവി സംഭവിക്കാനിടയില്ല. ഇനി മറന്നുപോയെങ്കിൽ തന്നെ ഒന്ന് ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ അന്നത്തെ ചിത്രം തെളിയും. കേരളം വിവിധ മേഖലകളിൽ അഭിവൃദ്ധി പ്രാപിച്ചൊരു സംസ്ഥാനമാണ്. ആ അഭിവൃദ്ധിക്ക് ഇടയാക്കിയത് പ്രധാനമായും നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷമാണ്. നവോത്ഥാന കാലത്തെ തുടർന്ന് കേരളത്തിലുണ്ടായ മാറ്റം, അതിൻ്റെ തുടർച്ചയായി 1956 കേരള സംസ്ഥാനം രൂപം കൊള്ളുകയും 1957 സംസ്ഥാനത്തിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ EMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ ജനങ്ങൾ അധികാരത്തിലേറ്റുകയും ചെയ്തു. ആ ഗവൺമെൻറ്റാണ് കേരളത്തിൻ്റെ
വികസനത്തിന് അടിത്തറയിട്ടത്. ആ അടിത്തറയിലാണ് കേരളം അഭിവൃദ്ധിപ്പെട്ടു വന്നത്. സാമൂഹ്യ രംഗത്തായാലും മറ്റേത് രംഗത്തായാലും കേരളത്തിന് പ്രത്യേകമായ നിലയാർജിക്കാൻ കഴിയും. അതിലൊന്നായിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം. 1957 സാർവത്രിക വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ നാട്ടിലാകെ സ്കൂളുകൾ അനുവദിക്കുന്ന നിലയുണ്ടായി. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടു. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ സ്വകാര്യ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, ആ സ്കൂളുകളുടെ പ്രവർത്തനത്തിന് വലിയ പിന്തുണ സർക്കാർ നൽകി. അതിൻ്റെ ഭാഗമായി സ്കൂൾ അധ്യാപകരുടെ ശമ്പളം നേരിട്ട് കൊടുക്കുന്ന അവസ്ഥ വന്നു, സർക്കാർ കൊടുക്കുന്ന അവസ്ഥ വന്നു. ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ ശക്തിപ്പെടുത്തുന്നതിനിടയാക്കിയ നടപടിയായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളെടുത്താൽ നല്ല പുരോഗതി വിദ്യാഭ്യാസ രംഗത്ത് നേടാൻ കഴിഞ്ഞുവെന്ന് കാണാൻ പറ്റും. പക്ഷേ 2016 ആയപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാത്ത മനോവേദനയിലായി. കാരണം ആ വിദ്യാലയങ്ങളെല്ലാം അടഞ്ഞു പോകുമെന്ന നില, 1000-ൽ പരം സ്കൂളുകൾ എന്ന പട്ടികയിൽപ്പെടുത്തി അടച്ചിടാൻ സർക്കാർ. നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം അങ്ങേയറ്റം ശോചനീയമായ അവസ്ഥയിൽ കഴിയുന്നു. കുട്ടികൾ ആ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. രക്ഷിതാക്കൾ പൊതുവിദ്യാലയങ്ങളിൽ കൂടി തന്നെ പഠിച്ചു വന്നവരടക്കം പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടിയെ അയക്കാൻ തയ്യാറാകുന്നില്ല. ആ കാലത്ത് 5 ലക്ഷത്തിൽ പരം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞും പോയി. ഇതായിരുന്നു സാഹചര്യം. അത്തരം സാഹചര്യം പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ഉണ്ടായത്. കേരളത്തിൻ്റെ എല്ലാ തകരുന്ന അവസ്ഥ, ആ തകർച്ച വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന് ആക്കം കൂട്ടത്തക്ക നടപടികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതെല്ലാം കണ്ടുകൊണ്ടാണ് അന്ന് 2016 LDF ജനങ്ങളുടെ മുന്നിൽ ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചത്. 600 കാര്യങ്ങൾ ആ പ്രകടന പത്രികയിൽ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു. അതിൻ്റെ ഭാഗമായി നാട്ടിൽ തന്നെ
ഒരു ചൊല്ല് ഉയർന്നു വന്നു. അത് LDF വരും, എല്ലാം ശരിയാകും എന്നതായിരുന്നു. നാടത് വല്ലാത്തൊരു ആവേശത്തോടെയും ആത്മവിശ്വാസത്തോടെയും വലിയ പ്രതീക്ഷയോടെയും ഏറ്റുചൊല്ലുന്ന അവസ്ഥയുണ്ടായി. LDF 2016 അധികാരത്തിൽ വന്നു. ഈ പരാമർശിച്ച പൊതുവിദ്യാഭ്യാസ രംഗം അത് മെച്ചപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രവർത്തനം വലിയ തോതിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മാറ്റിമറിച്ചു. നമ്മുടെ സ്കൂളുകൾ നവീകരിക്കപ്പെട്ടു. പുതിയ കെട്ടിടങ്ങൾ വേണ്ടെടുത്ത് പുതിയ കെട്ടിടങ്ങൾ വന്നു. സ്കൂളിൻ്റെ സാഹചര്യമാകെ മാറി. നേരത്തെ തകർന്നുപോയ അവസ്ഥയായിരുന്നുവെങ്കിൽ നല്ലതുപോലെ ആകർഷകമായ രീതിയിൽ പൊതുവെ കെട്ടിടങ്ങൾ ഉയർന്നു വന്നു. മാത്രമല്ല അക്കാദമിക് തലവും നല്ല തോതിൽ ശക്തിപ്പെട്ടു. മാറ്റം എല്ലാ രംഗത്തും പ്രകടമായി. അതിൻ്റെ ഫലം 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വന്നതായിരുന്നു. എല്ലാവരിലും വലിയൊരു ആത്മവിശ്വാസം ഉയർന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്താകെയുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 1-ാം സ്ഥാനത്താണെന്ന് തുടർച്ചയായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് വിലയിരുത്തുന്ന അവസ്ഥയുണ്ടായി. ഇത് അന്ന് ജനങ്ങൾ ഏറ്റുചൊല്ലിയ കാര്യം LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് തീർത്തും അന്വർത്ഥമാവുകയായിരുന്നു. നമ്മുടെ ഓരോ മേഖലയും ഈ തരത്തിലുള്ള മാറ്റത്തിലേക്കാണ് കുതിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് വലിയ തോതിലുള്ള ആശങ്കയാരിലുമില്ല. നമ്മുടെ കുട്ടികൾ നല്ല നിലയിൽ തന്നെ വിദ്യാലയങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം, നമ്മുടെ കേരളീയരായ മലയാളികളായ ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഇടമല്ല. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഘടകമായി ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ മാറിയിരിക്കുന്നു. ആ തൊഴിലാളികളുടെ കുടുംബം പലതും ഇവിടെ ജീവിക്കുന്നുണ്ട്. ആ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പോയി പഠിക്കുന്നു. ഇന്ന് കാലത്ത് ഞങ്ങൾ നടത്തിയ പ്രഭാതയോഗത്തിലെ ചർച്ചയിൽ ബീഹാറുകാരിയായ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. ആ കുട്ടി
കേരളത്തിൽ വന്നതിന് ശേഷം സ്കൂളിൽ ചേർന്നതും ആ സ്കൂളിൽ മാന്യമായ രീതിയിൽ വിദ്യാഭ്യാസം നടത്താനുള്ള അവസരം ലഭിച്ചതും അതിനാവശ്യമായ പിന്തുണ സ്കൂളും അധ്യാപകരുമെല്ലാം നൽകിയതും അങ്ങനെ SSLC നല്ല രീതിയിൽ വിജയിച്ചതും അതിൻ്റെ തുടർച്ചയായി തുടർ വിദ്യാഭ്യാസം നടത്താൻ കഴിഞ്ഞതും എല്ലാം പറയുകയുണ്ടായി. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിൽ പോയാൽ ഇതല്ല ചിത്രമെന്ന് നാം അറിയണം. നേരത്തെ ഒരു ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് വീണ്ടും എനിക്ക് ആവർത്തിക്കാനുള്ളത്. നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു പരിപാടിക്ക് പോയി വൈകുന്നേരം എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വഴിയോരത്തുകൂടെ റോഡ് സൈഡിലൂടെ ജോലിക്ക് പോയ തൊഴിലാളികൾ തിരിച്ചു പോകുന്നുണ്ട്. ആ തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടികളുമുണ്ട്. സാധാരണഗതിയിൽ 1ാം തരം 2ാം തരം LP സ്കൂൾ എന്ന രീതിയിൽ പഠിക്കേണ്ട കുട്ടികൾ. അപ്പോൾ ഞാൻ പോകുന്ന കാറിലെ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, ഈ കുട്ടികൾ ആ ജോലി സ്ഥലത്ത് പോയി തിരിച്ചു പോവുകയാണോ? അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, അതെ, അവർ അമ്മയും അച്ഛനും ഒക്കെ പണിയെടുക്കുമ്പോൾ കുട്ടികൾ അവിടെ ഇരിക്കും, കളിക്കും. ഇപ്പോൾ സ്കൂളിലൊന്നും അവർ പോകില്ല. ഇതാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനത്തടക്കം പലയിടത്തായി നിലവിലുള്ള സ്ഥിതി. നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ ജീവിക്കുന്ന എല്ലാ കുട്ടികളും സ്കൂളിൽ പോകണം, അത് ഉറപ്പുവരുത്തണം എന്ന നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത്.